വളരെ തിരക്കേറിയ ഒരു ദിവസമായിരുന്നു. കാരണം എനിക്ക് രാവിലെ 7 മണി മുതൽ 9 മണി വരെ എക്സാം ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്കൊരു ആഡ് ഷൂട്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം കൊടപ്പനക്കുന്നിൽ പോകണമായിരുന്നു. അപ്പോൾ എന്റെ ടീം വരുന്നത് വരെ ഞാൻ ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമുക്ക് 3 കണ്ടന്റ് ആയിരുന്നു ഇന്ന് എടുക്കേണ്ടിയിരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ബിഹൈൻഡ് ദ സീനാണ് കേട്ടോ. എന്റെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതല്ല, അവരുടെ ആഡ് ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ഇത്രയ്ക്കും ഡയലോഗൊക്കെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കാണാതെ പഠിച്ച് പറയാൻ പറ്റുമെന്നുള്ളത് എനിക്ക് എന്നെ ഇപ്പൊ വിശ്വാസം വരുന്നില്ല. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കോസ്റ്റ്യൂം. അപ്പൊ എക്സാമിന് പോയത് കാരണം രാവിലെ എണീറ്റ് നന്നായിട്ട് ഒരുങ്ങിയിട്ടൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നാട്ടോ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ടീം. നമ്മൾ 4 പേരുണ്ടായിരുന്നു. 2 ക്യാമറാമാൻ, പിന്നെ 2 പേരുടെ സപ്പോർട്ടിനായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഒരുപാട് ഡയലോഗ് പഠിച്ച് പറഞ്ഞാലും അതിന്റെ ഔട്ട്പുട്ട് വരുമ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ കട്ടായിട്ട് പോകും. ഇത് ഏജൻസി വഴിയുള്ള ഷൂട്ടല്ല കേട്ടോ, ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്തതാണ്. മൂന്നാമത്തെ കണ്ടന്റിനുള്ള കോസ്റ്റ്യൂം ഇതാട്ടോ. ഇത് കൂടുതലും പുറത്ത് വെയിലത്ത് നിന്നാട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ കോസ്റ്റ്യൂമിലും കുറച്ച് വെയിൽ കൊള്ളേണ്ടി വന്നിരുന്നു. ചില ടൈമിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ മൈക്ക് വെച്ചിരിക്കുമ്പോൾ മറ്റ് ആൾക്കാരുടെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ റിപ്പീറ്റ് അടിച്ച് പറയേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇവിടെ വലിയ ആൾത്തിരക്കൊന്നും ഇല്ലായിരുന്നെങ്കിലും റോളി ഇടുന്നതിന്റെ സൗണ്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറെ ടേക്ക് എടുക്കേണ്ടി വന്നു. അപ്പൊ ഈ ഫുഡ് കഴിക്കുന്നത് ഒരു കണ്ടന്റ് ആട്ടോ. ഫുഡ് സെക്ഷനും അതുപോലെ തന്നെ ഫിഷ് ആൻഡ് മീറ്റിന്റെയും പിന്നെ സൂപ്പർ മാർക്കറ്റിന്റെ, അങ്ങനെ 3 കണ്ടന്റ് ആയിട്ടായിരുന്നു നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ തിരിച്ച് ബസ്സിലും ഓട്ടോയിലൊക്കെ ആയിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ ബൈ ബൈ.